148 സങ്കീർത്തനം, Psalm number 148 verse 8. 148 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ്. ഈ വചനത്തിനാണ് നമുക്ക് അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ലല്ലോ. ശക്തിയോടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. മഹാദൈവം ഇന്ന് രാവിലെ ഈ വചനത്തിലൂടെ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കൾ അല്പസമയം കൂടെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദീർഘവർഷങ്ങൾക്ക് മുൻപേ സമുദ്രത്തിൽ ഒരു വലിയ കപ്പൽ അപകടമുണ്ടായി. ഒരു വലിയ കപ്പൽ അപകടം. ആ വലിയ കപ്പൽ അപകടത്തിൽ ധാരാളം ആളുകൾ മുങ്ങി മരിച്ചു. ഒരുപാട് ആളുകൾ മുങ്ങി മരിച്ചു. ഒരുപാട് ആളുകൾ ലൈഫ് ബോട്ടിലൂടെയൊക്കെ രക്ഷപ്പെട്ടു. ഒരുപാട് ആളുകൾ രക്ഷപ്പെടാനുള്ള വലിയ മുഖാന്തരങ്ങളിലൂടെ, സാധാരണ സംഭവങ്ങളിലൂടെയൊക്കെ ആളുകൾ രക്ഷപ്പെട്ടു. പക്ഷേ അതിനകത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നീന്തി ചെന്ന് കയറിയത് ഒരു ചെറിയ തുരുത്തിലായിരുന്നു, ഒരു ചെറിയ ദ്വീപിലായിരുന്നു, ഒരു ഐലൻഡിലായിരുന്നു. ആ ഐലൻഡിൽ മനുഷ്യ പാർപ്പുണ്ടായിരുന്നില്ല, ആൾ പാർപ്പുണ്ടായിരുന്ന ഒരു ഐലൻഡ് ആയിരുന്നില്ല. ഏകനായിട്ട് താൻ നീന്തി കയറി ചെന്ന ഐലൻഡിൽ ആരെയും കാണാതെ താൻ വളരെ ദുഃഖിതനായി. തന്നെ രക്ഷപ്പെടുത്താൻ ആളും വരുന്നില്ല. പല ദിവസങ്ങൾ താൻ പരിശ്രമിച്ചു, ഒരു മാർഗവുമില്ല. അവസാനം താൻ തീരുമാനിച്ചു അവിടെ കിട്ടിയ ചെറിയ കമ്പുകൾ കൊണ്ട്, ചെറിയ കൊള്ളികൾ കൊണ്ട്, പുല്ലുകൾ കൊണ്ടൊക്കെ മേഞ്ഞ് ഒരു ചെറിയ കുടിലുണ്ടാക്കി ഈ മനുഷ്യൻ അതിൽ പാർക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ പാർത്തു. അവിടെ കിട്ടുന്ന ചെറിയ ജീവികളെയൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പാർക്കുവാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം താൻ ഭക്ഷണം അന്വേഷിച്ച് പോയി മടങ്ങി വരുമ്പോൾ, സന്ധ്യാസമയത്ത് മടങ്ങി വരുമ്പോഴാണ് കണ്ടത് തൻ്റെ ഏക ആശ്രയമായിരുന്ന കുടിലെ തീ പിടിച്ചുപോയി. വലിയ അഗ്നി നാളങ്ങൾ അതിൽ കയറി പിടിച്ചു. അഗ്നി നാളങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് വർദ്ധിച്ചു. ഏക ആശ്രയമായിരുന്ന ഈ ഐലൻഡിൽ ഏക ആശ്രയമായിരുന്ന ഈ ചെറിയ കുടിലെ കത്തി നശിക്കുകയാണ്. ഇനി കയറി കിടക്കാൻ ഇടമില്ല, വിടുവിക്കാൻ ആളുകളില്ല. താൻ വളരെ ദുഃഖിതനായി. ആ ദുഃഖത്തിൽ അദ്ദേഹം ഉറക്കത്തിലായിപ്പോയി, നിദ്രയിലായിപ്പോയി. അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ സമയം എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് ചെറ്റി ഉണർന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെയുള്ള സമുദ്രത്തിലൂടെ കപ്പലിൽ യാത്ര ചെയ്തതാണ്. കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പിത്താൻ ഞങ്ങളോട് പറഞ്ഞു, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് വെച്ചൊരു വലിയ കപ്പൽ അപകടമുണ്ടായി, ഒരുപാട് ആളുകൾ മുങ്ങി മരിച്ചൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആ കപ്പലിൽ നിന്ന് ദൂരവേ നോക്കിയപ്പോൾ ഈ ഐലൻഡിൽ നിന്ന് ഒരു വലിയ തീനാളം ഉയരങ്ങളിലേക്ക് ഉയരുന്നത് കണ്ടു, വലിയ പുക ഉയരുന്നത് കണ്ടു. അപ്പോൾ കപ്പിത്താൻ ഞങ്ങളോട് പറഞ്ഞു, അവിടെ ഏതോ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അവിടെ ഒരു മനുഷ്യൻ, രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കണം. അതുകൊണ്ട് ബോട്ടുമായിട്ട് എന്നെ വിട്ടിരിക്കുക, നിങ്ങളെ വിടുവിക്കാൻ. ഒരു മനുഷ്യന്റെ ഏക ആശ്രയമായിരുന്ന കുടിൽ കത്തി നശിക്കേണ്ടി വന്നു തൻ്റെ ജീവൻ രക്ഷപ്പെടാൻ. ഇന്ന് രാവിലെ സമയം വേദപുസ്തകത്തിലെ 3 സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കും. നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് വരാം. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നമ്മൾ വായിച്ച വേദവാക്യത്തിലെ ഒരു വാക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വാക്ക് അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ്. നമ്മൾ വിചാരിക്കുന്നത് കൊടുങ്കാറ്റ് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണെന്നാണ്. സാൻഡി വന്നപ്പോൾ, ഐറീൻ വന്നപ്പോൾ, നാട്ടിലെ ഫൈലീൻ വന്നപ്പോഴൊക്കെ ആളുകൾ പറഞ്ഞു ഇതൊരു പ്രകൃതിയുടെ വിരോധാഭാസമാണെന്ന്. ആയിരിക്കാം. പക്ഷെ ഇന്ന് രാവിലെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ചില ആത്മീയ സന്ദേശങ്ങളുണ്ട്. 3 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. ആമേൻ. ഒരു കൊടുങ്കാറ്റ് അടിക്കുകയാണ്, ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ്. അത് സംഹാര താണ്ഡവമാടുന്നുവെന്ന് തോന്നുമ്പോൾ ആ കൊടുങ്കാറ്റിന്റെ നടുവിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. നമ്പർ 1, നമുക്ക് യോനായുടെ പുസ്തകത്തിലേക്ക് വരാം. എല്ലാവർക്കും വിശുദ്ധ തിരുവെഴുത്തുകൾ തുറക്കാം. പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകൻ. ആകൃതി കൊണ്ടാണോ പ്രകൃതി കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, സന്ദേശം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തെ ചെറിയ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകം. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-5 വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-5 വേദവാക്യങ്ങൾ. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു. ആഞ്ഞടിക്കുന്ന ഒരു കാറ്റ് ദൈവം സമുദ്രത്തിൽ അടുപ്പിച്ചു. വായിക്കുക. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കോൾ ഉണ്ടായി. 5-ാമത്തെ വാക്യം, വേഴ്സ് 5. കപ്പൽക്കാർ ഭയപ്പെട്ട ഓരോരുത്തൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. നമ്മളിവിടെ ഒരു പ്രവാചകനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് യോന. യോന പ്രവാചകൻ.
യോന പ്രവാചകൻ സന്ദേശമുള്ള മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ നിയോഗമുള്ള മനുഷ്യനായിരുന്നു, ദർശനമുള്ള മനുഷ്യനായിരുന്നു, ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിക്കുന്ന മനുഷ്യനായിരുന്നു. ദൈവത്തിൽ നിന്ന് സന്ദേശം പ്രാപിച്ച, അരുളപ്പാട് പ്രാപിച്ച ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു യോന. പക്ഷേ കാലഘട്ടത്തിൽ വിരോധാഭാസമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു ജാതീയ രാഷ്ട്രത്തോട് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാൻ ദൈവം ഈ പ്രവാചകനെ ഉപയോഗിക്കുക. പക്ഷേ യോനയ്ക്ക് അതിന് മനസ്സില്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം. നിനവേക്കാർ അന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നവരാണ്, യഹൂദന്മാരെ ആക്രമിക്കുന്നവരാണ്. നിനവേക്കാർ, അശൂർക്കാർ ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുന്നവരാണ്. ഇസ്രായേലിന്റെ ശത്രു സൈന്യമെന്ന്, ശത്രു രാജ്യമെന്ന് കണ്ടിരുന്ന അശൂരിന്റെ തലസ്ഥാനമായ നിനവേ പട്ടണത്തിന് ഒരു വിടുതൽ ഉണ്ടാകാൻ 120,000 ആളുകൾ, 1,20,000 ആളുകൾ പാർക്കുന്ന ആ പട്ടണത്തിന് വിടുതൽ ഉണ്ടാകാൻ തനിക്ക് ആഗ്രഹമുണ്ടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം കൂലി കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ചു. He paid the fare he paid the fee എന്ന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം കൂലി കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങിച്ച് മറ്റൊരു സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ വാക്കുകളാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചത്. ഒരു വലിയ കാറ്റടിച്ചു, ഒരു വലിയ കാറ്റടിച്ചു. നമുക്കറിയാവുന്ന സംഭവമാണിതല്ല, എങ്കിലും ഇന്ന് രാവിലെ വളരെ ഹൃദ്യമായിട്ട്, വളരെ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കണം. എനിക്ക് 2 ചോദ്യങ്ങൾ ഈ സംഭവത്തിൽ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാനുണ്ട്. 2 ചോദ്യങ്ങൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുള്ളൂ. 2 ചോദ്യങ്ങൾ. Why this storm? ഹലോ, യോനയുടെ പുസ്തകം അരിച്ചു പെറുക്കി നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഈ ചോദ്യത്തിന് മറുപടി പറയണം. യോനയുടെ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കൊടുക്കണം. Why this storm against my ship, against my family, against my church, against my life? എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റ് എൻ്റെ കപ്പലിന് നേരെ? ഇതാണ് ഇന്ന് രാവിലെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഒരുപാട് മറുപടികൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ വേഗത്തിൽ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് നോക്കിക്കേ. ഒരു കൊടുങ്കാറ്റടിക്കുകയാണ്, ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് ഈ കപ്പലിനെ ആഴിയുടെ ആഴങ്ങളിലേക്ക് മുക്കിക്കളയാൻ സാധ്യതയുള്ള അതിശക്തമായൊരു കൊടുങ്കാറ്റടിക്കുക. പക്ഷേ ഇന്ന് രാവിലെ സമയം ഈ കൊടുങ്കാറ്റ് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് പറയുക, നിന്നെ ശരിയായ പാതയിൽ കൊണ്ടുവരാനുള്ളൊരു കാറ്റാണിത്. ഹലോ, നമ്മെ ശരിയായ പാതയിൽ കൊണ്ടുവരാൻ, നമ്മെ ശരിയായ ദൈവത്തിന്റെ ഹിതത്തിൽ കൊണ്ടുവരുവാൻ, നമ്മെ ശരിയായ ദൈവത്തിന്റെ പദ്ധതിയിൽ കൊണ്ടുവരുവാൻ, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിന്റെ നിർണയം പൂർത്തീകരിക്കാൻ ഒരു പക്ഷേ ഒരു ആടി ഉലയുന്ന ഒരു കാറ്റ് ദൈവം അടിപ്പിച്ചെന്ന് വരാം. ഹലോ ജീസസ്, എത്ര പേർക്ക് ഇന്ന് രാവിലെ ഇത് മനസ്സിലാകുന്നുണ്ട്? Why this storm? എനിക്കിഷ്ടമുള്ളൊരു വാക്യം ഞാൻ അവിടെ വായിച്ചിരിപ്പിക്കാം. 3-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ വായിച്ചു നോക്കി. വേഴ്സ് 3, 1:3. യാഫോയിലേക്ക്. ഓക്കെ, ഞാൻ അതിലെ ഒരു വാക്ക് മാത്രം എടുക്കാം. So he paid the fare. That's enough. അത് മാത്രമേ ഇന്ന് രാവിലെ ഞാൻ എടുക്കുന്നത്. So he paid the fare. നിങ്ങളോടൊന്ന് വരിയിട്ട് വെക്കണം. സ്നേഹിതരെ, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് ഓടി ഒലിക്കുവാൻ നീ ഇന്ന് രാവിലെ പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നമ്മുടെ താലന്തുകളെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നമ്മുടെ സമയം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ? അതല്ലേ ഇവിടെ സംഭവിച്ചത്? പണം, താലന്ത്, സമയം, സൗകര്യങ്ങൾ എല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. So he paid the fare. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ പിടിച്ചു നിർത്തിയവിടെ അല്പസമയം രാവിലെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിലവഴിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ഓടി വരാനാണോ അതോ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നോടാനാണോ? ജീസസ്. യോന പണം മുടക്കിയത്, സമയം ചെലവഴിച്ചത്, താലന്തുകൾ വിനിയോഗിച്ചത്, യോനയുടെ ബുദ്ധി പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് ഓടാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. വേർ ആം ഐ റൈറ്റ് നൗ? എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? എല്ലാം പോയോ? വൈ ദ സ്റ്റോം? സെക്കൻഡ് വൺ, വേർ ആം ഐ? ഞാൻ ഇപ്പോൾ എവിടെയാണ്? ഈ നിങ്ങൾ കേരളത്തിലെ പ്രൈവറ്റ് ബസ് യാത്ര ചെയ്തിട്ടുണ്ടോ? പണ്ട് അതിനെ ലൈൻ ബസ് എന്നായിരുന്നു പറയുന്നത്. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ലൈൻ ബസ്,
ലൈനായിട്ട് പോകുന്നുണ്ടായിരിക്കും, അല്ല ലൈനിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും, എന്താ വായിക്കട്ടെ. ലൈൻ തെറ്റിപ്പോയാലും അവരെന്താ പറയുന്നത്? ലൈൻ ബസ്. നമ്മൾ കേരളത്തിലെ ഒരു ലൈൻ ബസ്സിൽ കയറിയിരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. 50 പേര് കയറാനുള്ള സീറ്റിംഗ് ഫെസിലിറ്റിയെ നമ്മുടെ കേരളത്തിലെ ബസ്സുകൾക്കുള്ളൂ. KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ് ആണെങ്കിലും. പക്ഷേ അത് 100 പേരൊക്കെ കയറാറുണ്ടല്ലേ. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്, നമുക്കെല്ലാം അനുഭവമുള്ളവരാണല്ലോ. എനിവേ, നമ്മൾ ഈ ബസ്സിൽ ഇങ്ങനെ കയറി അങ്ങോട്ട് യാത്ര തുടരുമ്പോഴാണ് ഡ്രൈവറിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വരികയാണെന്നിരിക്കട്ടെ. അനൗൺസ്മെൻറ്റ് ഇതാണ്: ആരും പേടിക്കരുത്, ആരും ഭയപ്പെടരുത്. എനിക്ക് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോയി. 2, ഇതിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആ കമ്പിയെ ചാരി നിന്ന് ആരെയും ഉറങ്ങുമോ? നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഡേ ഡ്യൂട്ടി ആണെങ്കിലും ഉറങ്ങത്തില്ല. PM ഷിഫ്റ്റ് ആണെങ്കിലും ഉറങ്ങത്തില്ല. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം തീരും ഇല്ലേ? കഴിയും. ഓക്കെ, ഇനി നമ്മുടെ വാക്യത്തിലേക്ക് വരാം. വേഴ്സ് 5. നിങ്ങൾ നോക്കി, ഈ കപ്പൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. അതിനകത്ത് ഉറക്കം വരുന്ന ഒരു മനുഷ്യനെ ഉള്ളൂ. പണ്ടിത് പ്രസംഗിച്ചുകൊണ്ടിരുന്നുണ്ട് ഒരാൾ പറഞ്ഞു, യോന ചൈനീസ് ഫുഡ് അടിച്ചു പോയതാണ്. എനിക്കൊരു പിടിയില്ല. എന്തു ആയിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾക്ക് മാത്രം എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഒരാൾ മാത്രം ഇതിന്റെ അടിത്തട്ടിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുകയാണ്. ജീസസ്. ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, എ സ്ലീപ്പിംഗ് ചർച്ച് ഇൻ എ സിങ്കിങ് വേൾഡ് എന്നാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്. മുങ്ങുന്ന ലോകത്തിൽ ഉറങ്ങുന്ന സഭ. ജീസസ്. മുങ്ങുന്ന ലോകത്തിലെ ഉറങ്ങുന്ന സഭ. ഒരു ദാരുണ സംഭവം ഇന്നലത്തെ പേപ്പറിലുണ്ടായിരുന്നു, മനോരമയിലുണ്ടായിരുന്നു. നിങ്ങൾ ചെല്ലെങ്കിലും വായിച്ചു കാണും. ഒരു സഹോദരനും ഒരു സഹോദരൻ ഞാൻ പറഞ്ഞ ഒരു ഭർത്താവും ഒരു ഭാര്യയും. 24 വയസ്സ് മാത്രമേ ഉള്ള ഭാര്യയ്ക്ക്, ആ ഭാര്യ പ്രസവിച്ച 2 കുഞ്ഞുങ്ങളുടെ കഴുത്തറുത്ത് ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ചെല്ലനോട് പറഞ്ഞു അവർക്ക് മെൻ്റൽ അസുഖമാണ്. ഞാൻ പിന്നെയും പോയി പത്രം ഒന്നുകൂടെ വായിച്ചു. മെൻ്റൽ അസുഖമൊന്നുമല്ല, മെൻ്റൽ പ്രോബ്ലം ഒന്നുമല്ല. റീസൺസ് എന്താണെന്ന് നിങ്ങൾ മനോരമ വായിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടുത്തെ സ്റ്റേജിൽ അത് പരസ്യമായിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനത് ഓർപ്പിക്കുന്നില്ല. എന്തുമായിക്കട്ടെ, കരുണയില്ലാത്തൊരു ലോകം. സ്വന്തം കുഞ്ഞിനെ, പിറന്നു വീണ കുഞ്ഞിനെ കഴുത്തറുത്ത് ബാത്റൂമിനകത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ മടി കാണിക്കാത്ത ഒരു മനുഷ്യ സമൂഹത്തിലാണ് ഇന്ന് രാവിലെ ക്രൈസ്തവ സഭ ജീവിക്കുന്നത്. Praise the Lord. In a sinking world. മുങ്ങിത്താഴുന്ന ഒരു ലോകത്തിൽ നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? ജീസസ്. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ വളരെ സങ്കടങ്ങളുടെ വർഷമായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവും എൻ്റെ മാതാവും ലോകത്തോട് യാത്ര പറഞ്ഞ വർഷമാണ്. ഒരുപാട് കരഞ്ഞ, ഒരുപാട് സങ്കടപ്പെട്ട വർഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥനയുടെ അളവ് കൂട്ടണം. നിന്റെ കണ്ണുനീരിൻ്റെ അളവ് കൂട്ടണം. നീ ദൈവം മുമ്പിൽ ഇരിക്കുന്നതിന് സമയം വർദ്ധിപ്പിക്കണം. ഒരുപാട് ഓടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി വായിക്കുന്നുണ്ട്, ഒത്തിരി പഠിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട്, ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം നല്ല കാര്യമാണ്. ഗെറ്റ് ഇൻ ടു ദ റൈറ്റ് ട്രാക്ക്. ശരിയായ ട്രാക്കിൽ നമ്മൾ വരണം. സംഭവങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു? രാവിലെ ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു? അത് ഉറങ്ങുകയാണോ? നമ്മളിപ്പോൾ യോനയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അദ്ദേഹം അവിടെ നിൽക്കട്ടെ, യോന അല്ല നമ്മുടെ വിഷയം, നമ്മളാണ് നമ്മുടെ വിഷയം. രാവിലെ നമ്മളെവിടെ കിടക്കുന്നത്? ആടി ഉലയുന്ന ഈ കപ്പലിനകത്ത്, മുങ്ങിത്താടാൻ പോകുന്ന ഈ കപ്പലിനകത്ത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്നേഹിത, ആമേൻ. അന്ധവിശ്വാസികളെന്ന് നമ്മൾ പറയുന്ന, വിഗ്രഹാരാധികളെന്ന് നമ്മൾ പറയുന്ന ആളുകൾ തങ്ങളുടെ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അവർ മന്ത്രമേണ ചെയ്യും, തന്ത്രങ്ങൾ നടത്തും, യോഗം നടത്തും, യാഗം നടത്തും, നേർച്ച കൊടുക്കും, കാഴ്ച കൊടുക്കും, പള്ളിയിൽ ഉരുളും. ആമേൻ. അവർ മല കയറും, അവർ മലക്കുരിശെന്തും എന്തും ചെയ്യാൻ അവർ തയ്യാറാ. വീണ്ടെടുക്കപ്പെട്ടവനെന്നും പ്രാർത്ഥിക്കുന്നവനെന്നും ആരാധിക്കുന്നവനെന്നും വിശുദ്ധനെന്നും പറയുന്ന നീ കപ്പലിനകത്ത് കിടന്നുറങ്ങിയ. Praise God. Hallelujah. Why this storm? Just because of the disobedience. Where am I? Unconcerned person. 2 മറുപടിയുള്ളൂ. ഇത്രയും പറഞ്ഞല്ല, നിങ്ങൾ മറന്നു. 2 വാക്ക് മറക്കരുത്. Why this storm? എന്തുകൊണ്ട് ഈ സ്റ്റോം? ഡിസൊബീഡിയൻസ്. ഞാൻ എവിടെയാണ്? അൺകൺസേൺഡ് പേഴ്സൺ ആണ് ഞാൻ. ഓക്കെ, നമ്പർ 2 മടങ്ങി വരാം. മത്തായി സുവിശേഷം 8 വേഗത്തിൽ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? മത്തായി സുവിശേഷം 8 24 വാക്യം പ്ലീസ്. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 24.
യാ, യേശു ഉറങ്ങുകയായിരുന്നു. ഗലീല കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ചെറിയ പടകും അതിലെ കുറേ ശിഷ്യന്മാരും നാഥനായ യേശുവും. നിങ്ങൾ ചിന്തിച്ചേ, ഇനി യോനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കണ്ണൂടെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞോളാം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി. 12 അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, കർത്താവായ യേശു ക്രിസ്തു, ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു പടകിൽ ഒരു രാത്രിയിൽ വലിയ ഓളങ്ങളുണ്ടായി, വലിയ തിരമാലകളുണ്ടായി. മറ്റേ കപ്പലിൽ യോനായാണ് ഉറങ്ങിയെങ്കിൽ ഈ ബോട്ടിൽ യേശു ഉറങ്ങുന്നത്. ഹലോ, നമ്മൾ ആദ്യം വായിച്ച സംഭവത്തിൽ യോനായാണ് ഉറങ്ങുന്നതെങ്കിൽ ഇവിടെ യേശുവാണ് ഉറങ്ങുന്നത്. അവൻ ഉറങ്ങുകയായിരുന്നു. ഞാനത് ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കി. അവൻ ഉറങ്ങുകയായിരുന്നു. ഓളങ്ങളുടെ നടുവിൽ ഉറങ്ങാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? തിരമാലകളുടെ നടുവിൽ ഉറങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? വേദനയുടെ നടുവിൽ ഉറങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? സങ്കടങ്ങളുടെ നടുവിൽ ഉറങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളിനെ ഞാൻ പറയാം, അത് യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കാൻ പോകുക. ഹലോ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കാൻ പോകുക. നമ്പർ 1, വൈ ദിസ് സ്റ്റോം? ഏത് സ്റ്റോമാ? ഇവിടെ ശിഷ്യന്മാർക്ക് കർത്താവിനെതിരായിട്ട് അടിച്ചിരിക്കുന്ന ഈ സ്റ്റോം എന്തിനു വേണ്ടിയാണ്? ആദ്യത്തെ സ്റ്റോമിനെ നമ്മൾ കണ്ടത് വൈ ദിസ് സ്റ്റോം എന്നുള്ളതിന് മറുപടി നമ്മൾ കണ്ടു, ഡിസൊബീഡിയൻസ് എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ സ്റ്റോം എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ആ വാക്യത്തിലൂടെ മറുപടി പറയണം. എന്താ നമ്മുടെ മറുപടി എന്നറിയാമോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് എന്താ നമ്മുടെ മറുപടി എന്നറിയാമോ? ടു ടീച്ച് ദം ഫെയ്ത്ത്. അവരെ വിശ്വാസം പഠിപ്പിക്കാനായിരുന്നു. ടു ഗിവ് ദം കറേജ്. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ചിന്ത ഞാൻ പറയാം. അല്പകാലം കൂടെ കഴിയുമ്പോൾ കർത്താവ്, എല്ലാവരും ഞാൻ നോക്കി, അല്പകാലം കൂടെ കഴിയുമ്പോൾ കർത്താവ് ഇവരെ വിട്ടുപോകും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യും. കർത്താവ് ക്രൂശീകരിക്കപ്പെടും, മരിക്കും, അടക്കപ്പെടും. കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യും. കർത്താവ് സ്വർഗാരോഹണം ചെയ്താൽ ദൈവസഭയാകുന്ന ഈ ഷിപ്പുണ്ടല്ലോ, ഈ ബോട്ടുണ്ടല്ലോ, ലോകമാകുന്ന സാഗരത്തിലൂടെ ഇങ്ങനെ പോകാൻ പോവുകയാണ്. യഹൂദന്മാരുടെ, റോമൻ ഗവൺമെന്റിന്റെ, ജാതികളുടെ പീഡയേറ്റ് ഈ കപ്പല് ആടി കുലുങ്ങാൻ സാധ്യത ഉണ്ട്. തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അന്ന് ഇതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇന്ന് പകലിൽ ഇതിനെ ശക്തീകരിച്ചേ മതിയാകത്തുള്ളൂ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഇത് മനസ്സിലാകുന്നുണ്ട്? അങ്ങ് ദൂരെ സംഭവിക്കാൻ പോകുന്നത്, അനധിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് നിന്നെ ശക്തീകരിക്കാനാണ് ഈ കാറ്റടിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യുതി ഹോളിലുണ്ടെങ്കിൽ അവർ ശക്തിയോടെ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ മനസ്സിലാകുന്നുണ്ട്? അങ്ങ് ദൂരെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റിന്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്താൻ, നിന്റെ കുടുംബത്തെ പിടിച്ചു നിർത്താൻ, നിന്റെ സഭയെ പിടിച്ചു നിർത്താൻ, നിന്റെ വ്യക്തി ജീവിതത്തെ പിടിച്ചു നിർത്താൻ, നിന്റെ കമ്മ്യൂണിറ്റിയെ പിടിച്ചു നിർത്താൻ ഇന്ന് രാവിലെ അല്പസമയം ഒന്ന് കുലുങ്ങിയെന്ന് വരാം, അല്പസമയം ഒന്ന് ഇളകിയെന്ന് വരാം, അല്പം കാറ്റും നടിച്ചെന്ന് വരാം, തിരമാലകൾ ഉയർന്നെന്ന് വരാം. ശക്തിയോടെ ഈ ഹോളിൽ ഇന്ന് രാവിലെ സമയം കർത്താവിന് സ്തോത്രം പറയുന്ന ദൈവവചനം പറയാനൊരു സന്ദേശമുണ്ട്. ഇതൊരു ടെസ്റ്റാണ്. ജീസസ്, ഇതൊരു ടെസ്റ്റാണ്. വൈ ദി സ്റ്റോം? എ ടെസ്റ്റ്. ഇതൊരു ടെസ്റ്റാണ്. ഇനി മുമ്പേ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. വേറാമായി ഞാനെവിടാ? ഹലോ, ഞാനെവിടാ? ഈ കൊടുങ്കാറ്റിൽ ഇവിടെ യേശു ഉറങ്ങുന്നു. ശിഷ്യന്മാരെല്ലാവരും ഉണർന്നിരിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യം ഞാൻ പറയാം. എല്ലാവരും കരയുമ്പോൾ കർത്താവിന് ഉറങ്ങാൻ പറ്റുമോ? കർത്താവെ, നീ ഉറങ്ങുന്നത് എന്തെന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. കർത്താവെ, നീ ഉറങ്ങുന്നത് എന്ത്? അതേ, ജീവിതത്തിൻ്റെ വൈതരണികളിൽ ആരും കാണാതെ കരയുന്നൊരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉറങ്ങുകയാണോ എന്ന് തോന്നാൻ സാധ്യതയുള്ള ജീവിതത്തിലെ സംഭവങ്ങളുണ്ട്. ഞാനെവിടാ? ഒന്നാമത്തെ കൊടുങ്കാറ്റിൽ ജാതികളാണ് നിലവിളിക്കുന്നതെങ്കിൽ ഇവിടുത്തെ കൊടുങ്കാറ്റിൽ ശിഷ്യന്മാരാണ് നിലവിളിക്കുന്നത്. അവർ റെസ്പോൺസിബിളായി, അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവർ കരയാൻ തീരുമാനിച്ചു, അവർ ഉപവസിക്കാൻ തീരുമാനിച്ചു, അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, അവർ ദൈവമോ അന്വേഷിക്കാൻ തീരുമാനിച്ചു, അവർ ദൈവത്തിൻ്റെ വഴികളിൽ മടങ്ങി വരാൻ തീരുമാനിച്ചു, അവർ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്താൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലിനോട് ഞാൻ ഒരു ആത്മീയ സന്ദേശം പറയാം. ഇളകി മറിയുന്ന ലോകത്തിൽ കണ്ണുയർത്താൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് വേറെ എങ്ങുമല്ല, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുമുഖം മാത്രമാണ്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടല്ലേ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ
നിന്ന് പാടിയത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഇന്ന് രാവിലെ സമയം എല്ലാ കണ്ണുകളും ഉയരങ്ങളിലേക്ക് ഉയർന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, ഈ തിരമാലകളുടെ നടുവില്, ഈ കാറ്റിന്റെ നടുവില്, ഈ കൊടുങ്കാറ്റിന്റെ നടുവില് ഈ പടക് മുങ്ങിപ്പോകുമെന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്റെ കണ്ണുകൾ കർത്താവെങ്കിലാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഉണരും, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, അവൻ ഉണരാതിരിക്കയില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം ഹോളിലുണ്ട്? അവൻ എഴുന്നേൽക്കാതിരിക്കയില്ല. അവൻ എഴുന്നേറ്റാൽ അതിനകത്തൊരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന സകല ദൈവമക്കളും ഇന്ന് രാവിലെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്പർ 3, Acts chapter 27 verses 18 and 21. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 18ഉം 21ഉം വാക്യങ്ങൾ. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവൻ ചരക്ക് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. വേഴ്സ് 21. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. Why the storm? 276 പേരും പൗലോസ് അപ്പോസ്തലനോട് ഉൾപ്പെടെ 276 പേർ യാത്ര ചെയ്യുന്നൊരു കപ്പൽ ആഴിയുടെ ആഴങ്ങളിൽ അമരുവാൻ പോകുമ്പോൾ, തകരുവാൻ പോകുമ്പോൾ ഉണ്ടായ രണ്ട് വാക്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചത്. ജീസസ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പക്ഷേ ഇന്ന് രാവിലെ എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു വിശുദ്ധനായൊരു ദൈവവൈദ്യൻ ഇതിനകത്തില്ലേ? ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവഭക്തൻ ഇതിനകത്തില്ലേ? ദൈവത്തിന് വേണ്ടി നിന്ന ഒരു ദൈവദാസൻ ഈ കപ്പലിനകത്തില്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ സ്റ്റോം? ആദ്യത്തെ കപ്പലിൽ നമ്മൾ കണ്ടു ഉറങ്ങുന്ന യോനയും, രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ കണ്ടു ഉറങ്ങുന്ന യേശുവും. ഇവിടെ നമ്മൾ കാണുന്നു ഉണർന്നിരിക്കുന്ന പൗലോസും. ഹലോ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് ഉണർന്നിരുന്നേ. ഉറങ്ങുന്ന യോനയാണെങ്കിൽ, ഉറങ്ങുന്ന യേശു ആണെങ്കിൽ, ഇവിടെ ഉണർന്നിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനാണ്. ഞാനത് സംഗ്രഹമായിട്ട് പറയാം, വേഗത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 276 പേർ പൗലോസ് ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഈ കപ്പൽ ആഴിയിൽ തകരുവാൻ പോകുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്. വൈ ദ സ്റ്റോം? ഈ കപ്പൽ എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റിൽ തകരുവാൻ പോകുന്നു? മറുപടി ഞാൻ വേഗത്തിൽ പറയാം. ഒറ്റ മറുപടിയേ പറയാനുള്ളൂ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ സുവിശേഷം പ്രസംഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിന്ന ദൈവദാസനായ പൗലോസ് ഇപ്പോൾ ഒരുപക്ഷെ ഇതിനകത്തൊരു തടവ് പുള്ളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു കൊലക്കുറ്റം ചുമത്തിയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. റോമൻ ഗവർണറെ അഭയം ചൊല്ലിയിരിക്കുന്നതിനാൽ ഒരു തടവുകാരനായിട്ടാണ് താൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ താൻ ആരാണെന്ന് കഴിഞ്ഞ ദീർഘ ദിവസങ്ങളെ ഈ കപ്പൽ യാത്രയിൽ ഈ കൂടെ വരുന്നത് ആരാണെന്ന് 275 ആളുകൾക്കും ശരിക്കും മനസ്സിലായില്ല. ആയതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, യാത്ര തുടരരുത്, കപ്പലിന് കേടുപാടുകൾ വരുമെന്ന് പ്രവചനാത്മാവിൽ പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. കാരണം ഈ മനുഷ്യൻ ആരാണെന്നോ, ഇദ്ദേഹം ഒരു ദൈവ മനുഷ്യനാണെന്നോ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെ യാത്ര ചെയ്തത് കൊണ്ട് ഇത് സംഭവിച്ചപ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗം ഒരു കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു. നീ ഒരു ദൈവവൈദ്യനാണെന്നോ, നീ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണെന്നോ, നീ സാക്ഷ്യമുള്ള ഒരു ദൈവവൈദ്യനാണെന്നോ, നിന്നെ മാനിക്കാൻ ദൈവം ഒരു ക്രമീകരണം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ സമയം ഇവിടെയുണ്ട്. നിന്റെ വാക്ക് വിശ്വസിച്ചില്ല, നീ പറഞ്ഞത് കേട്ടില്ല, നീ പറഞ്ഞതുപോലെ യാത്ര തുറന്നില്ല. ഇപ്പോൾ എല്ലാം തകർന്ന്, എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ കഴിഞ്ഞ 14 ദിവസമായി ആഹാരം കഴിക്കാതെ, സൂര്യനെ കാണാതെ, ചന്ദ്രനെ കാണാതെ എല്ലാവരും ഭാരപ്പെടുമ്പോൾ ഉറങ്ങാതെ എഴുന്നേറ്റിരുന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ, ആ കപ്പലുണ്ടായിരുന്ന സ്നേഹിത വൃന്ദത്തെ മുഴുവൻ ശക്തീകരിക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു മനുഷ്യനെ ആയിരുന്നു. ദൈവമക്കൾ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും മൈനോറിറ്റിയാണ്. ദൈവത്തിന്റെ സഭ ഭൂമിയിൽ മൈനോറിറ്റിയാണ്. അതുകൊണ്ടാണ് യേശു തന്റെ സഭയെ നോക്കി വിളിച്ചത് ചെറിയ ആട്ടിൻ കൂട്ടമേ എന്ന്. ചെറിയ ആട്ടിൻകൂട്ടമാണ്, അല്പം പേരേ ഉള്ളൂ, കുറച്ച് ആളുകളെ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷിക്കാൻ കഴിയുന്ന ആത്മീക കൃപ നിന്റെ മേൽ പകരുകയാണ്. ദർശനം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. വിടുതലിന്റെ സന്ദേശം ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ്. വൈ ദി സ്റ്റോം? എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റ് നമ്മൾ ചോദിക്കുമ്പോൾ ഈ മനുഷ്യനെ പാഷനേറ്റ് ആക്കുവാൻ, അദ്ദേഹത്തെ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കുകയായിരുന്നു. രണ്ടാമത്തെ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. വേർ ആം ഐ? ഞാനിപ്പോൾ എവിടെയാണ്? ഇന്ന് രാവിലെ സമയം ദൈവമക്കളെല്ലാം ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ആമേൻ. ഇപ്പോൾ ഒരു കൗൺസിലിംഗിലാണ്, ഒരു എൻകറേജിങ് ശുശ്രൂഷയിലാണ്. എല്ലാവരെയും ആശ്വസിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ഇടയ്ക്ക് ചെന്നിട്ട് തോളെ തട്ടിട്ട് പറയുക, പേടിക്കേണ്ട കാര്യമില്ല, ആരും പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ. ആരുടെയും പ്രാണങ്ങൾക്ക് ഒരു കേടും വരാതെ ആമേൻ എൻ്റെ ദൈവം വിടുവിക്കുമെന്ന് കഴിഞ്ഞ രാത്രി തന്റെ ദൂതനെ അയച്ച് ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ലോകത്തിനില്ലാത്ത ഒരു കാര്യം ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? വ്യത്യാസം ഞാൻ പറയാം. ലോകത്തിനില്ലാത്തൊരു കൃപ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അകത്ത് ഇന്ന് രാവിലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിനില്ലാത്ത ഒന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഇന്ന് രാവിലെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്താ വ്യാപരിക്കുന്നത് അറിയാമോ? ധൈര്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കൃപ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം ഒരു വിടുതൽ, ആമേൻ, കുടുംബത്തിന് വിടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സാന്നിധ്യം കൊണ്ട് ദൈവം ഒരു പട്ടണത്തെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൽ തകരുന്ന ഒരു മനുഷ്യനെ വിടുവിക്കാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഞാനാകട്ടെ എന്ന് പറയാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? കണ്ണുകളടയ്ക്കുക പ്ലീസ്. എല്ലാവരും കണ്ണുകളടയ്ക്കണം. ആരും മൗനമായിരിക്കരുത്. അടുത്ത 2 മിനിറ്റ് സമയം. ഇതിൽ ഏത് പൊസിഷനിലാണ് നമ്മളായിരിക്കുന്നത്? വൈ ദി സ്റ്റോം? വേർ ആം ഐ? എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റ്? അതിൻ്റെ നടുവിൽ ഞാൻ ആരായിരിക്കുന്നു? ഒന്നാമത്തെ സംഭവത്തിലെ മനുഷ്യനെ പോലാണോ നമ്മൾ? ഈ കപ്പൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ എവിടെയോ കിടന്ന് അതിൻ്റെ ആഴത്തിൽ ചെന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യനാണോ നമ്മൾ? ജീസസ്. രണ്ടാമത്തെ കപ്പലിൽ നമ്മൾ കണ്ട, ബോട്ടിൽ നമ്മൾ കണ്ട യേശു ഉറങ്ങുമ്പോഴും ഉണർന്ന് നിലവിളിക്കുന്ന ശിഷ്യവൃന്ദത്തിൻ്റെ കൂടെയാണോ നമ്മൾ? മൂന്നാമത്തെ കപ്പൽ തകരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും നിലവിളിക്കുമ്പോൾ എൻകറേജ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. നിന്റെ സ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് നാം ഭൂമിയിലായിരിക്കുന്നത്? എന്തിനാണ് ഈ തലമുറയിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്? ആമേൻ. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ഈ രാവിലെ തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും കണ്ണടയ്ക്കണം. ആരും ഈ ഹോളിൽ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ രാവിലെ നമ്മുടെ ഹൃദയത്തെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ ഇൻസ്പയർ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തെ എൻകറേജ് ചെയ്യുകയാണ്. നിന്റെ ഒരു വാക്ക് കൊണ്ട്, നിന്റെ ഒരു സ്പർശനം കൊണ്ട്, നിന്റെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊണ്ട്, നീ പറയുന്ന ഒരു വാക്ക് കൊണ്ട്, നീ പറയുന്ന ഒരു വാക്യം കൊണ്ട്, നീ പാടുന്ന പാട്ടിന്റെ ഒരു വരി കൊണ്ട്, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ട്, ഒന്നുമല്ല, നിന്റെ പ്രസൻസ് കൊണ്ട് ആരെയോ വിടുവിക്കാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. അതിനുവേണ്ടി അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവം ഇതിലെ ഇന്ന് രാവിലെ സമയം ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഇത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ സാന്നിധ്യം കൊണ്ട് ഒരാളിനെ വിടുവിക്കാൻ ദൈവം വഴിയൊരുക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ പ്രസൻസ് കൊണ്ട് ഒരാൾക്ക് ഹീലിംഗ് കൊടുക്കാൻ ദൈവം പദ്ധതി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ സാന്നിധ്യം കൊണ്ട് അനേകരെ ധൈര്യപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവ് രാവിലെ നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന സകല